ഗൈസ് വാട്സ്ആപ്പ് എല്ലാവരും ചേർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, പാർട്ട് 2. സോ ഇന്ന് നമ്മുടെ വീടിൻ്റെ പണിയെല്ലാം തുടക്കും ഗൈസ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു സോംബി നമ്മുടെ വില്ലേജറിനെ തൊടാൻ വന്നിരിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അവനങ്ങ് തീർത്തേക്കാം ഗൈസ്. യെസ്, ഈ നമ്മുടെ വീട് പണി തുടങ്ങണമെങ്കിൽ നമുക്കിനി വുഡ് വേണം ഗൈസ്. സോ എനിക്കിപ്പോൾ ഒരു ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്, ലെതർ ഹെൽമെറ്റാണ്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് വീടിന് വേണ്ടിയിട്ട് ഈ വുഡെല്ലാം വേണം ഗൈസ്. പ്ലാങ്ക്സ് വേണ്ട, എന്നാലും വുഡ് വേണം ഗൈസ്. സോ നമുക്ക് വുഡ് ഇവിടെയുള്ള ഈ മരം അങ്ങോട്ട് മുറിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മരം മുറിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ മരമാണ്, എന്നാലും നമുക്ക് മുറിച്ചേക്കാം. ഈ മരം മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പണി എന്താണെന്ന് വെച്ചാൽ വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ഇന്നലെ കണ്ടുപിടിച്ച സ്ഥലം അത്ര പോരാ ഗൈസ്. അപ്പോൾ ഇന്നൊരു പുതിയ സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ ഇന്നലെ ഇവിടെയാണ് വീട് ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എത്ര പോരാ ഗൈസ്, നമുക്ക് വേറൊരു സ്ഥലം എടുക്കണം എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ വീട് വെക്കുന്ന നല്ലൊരു സ്ഥലമാണ് ഗൈസ് ഇത്. അപ്പോൾ ഇവിടെ വീട് വെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് വീടിൻ്റെ പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് മരം വെട്ടട്ടെ. തവളയല്ലേ ഗൈസ് ഇത്? ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു തവളയെ കണ്ടിട്ട് പന്നി കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ഈ പന്നീനെ അങ്ങോട്ട് തീർക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ വീടിൻ്റെ പണിയും വീടെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മളുടെ അടുത്ത് 6 വുഡ് മാത്രമേ ഉള്ളൂ. വുഡിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് നേരെ പണിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരെണ്ണം ഇവിടെ, അതിൻ്റെ സ്ട്രെയിറ്റ് ഒരെണ്ണം ഇവിടെ. അപ്പോൾ ഒരു 6 ബ്ലോക്ക് ദൂരത്തിലേക്കാണ് വെക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഈ ഡേർട്ടിൻ്റെ ഇതെല്ലാം ക്ലിയർ ചെയ്യാം ഗൈസ്. അപ്പോൾ ഈ ഡേർട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പണി എന്ന് വെച്ചാൽ വീടിൻ്റെ പണി തുടങ്ങണം ഗൈസ്. അപ്പോൾ ഈ 2 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതിന് സ്ട്രെയിറ്റ് ആയിട്ടെല്ലാം അടുത്ത ബ്ലോക്ക് വെക്കണം. സോ ഇപ്പോൾ നമുക്ക് ഈ ഡേർട്ട് എടുത്തിട്ട് ഇവിടെ ലെവലിങ് ചെയ്യാം ഗൈസ്. അപ്പോൾ അത്യാവശ്യം ലെവലിങ് ചെയ്യാനുണ്ട്, കാരണം ഈക്വലായിട്ടല്ല നിൽക്കുന്നത്. ഇതേപോലെ കുറച്ച് സ്പോട്ട്സ് ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ ലെവൽ ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഏകദേശം ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ഡേർട്ട് വേണമെന്നാവുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ പുല്ലെല്ലാം പറിച്ച് കളയാം. പുല്ലിനിടയ്ക്ക് സീഡെല്ലാം കിട്ടുന്നുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഈ പുല്ലെല്ലാം ഇവിടുന്ന് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വെക്കാമല്ലോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഡേർട്ട് വേണ്ടത്, അവിടെയാണ് ഒന്നും കൂടി ലെവൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡേർട്ട് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു 4 ബ്ലോക്ക് ഡേർട്ട് മതിയെന്നാണ് തോന്നുന്നത്. 4 or 5 വേണ്ടി വരും, നോക്കാം ഗൈസ്. കേസ് ഇപ്പോൾ നമ്മൾ 6 എണ്ണം ഉണ്ട്, 6 എണ്ണം മതിയെന്നാണ് തോന്നുന്നത് ഗൈസ്, നോക്കാം. ഓക്കെ, ഇവിടെ 2 എണ്ണം വെച്ചിട്ട് ബാക്കി 4 എണ്ണം ഇവിടെയാണെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, അപ്പോൾ ഇവിടെ 4 എണ്ണം മതി. ഇനി നമുക്ക് ഇവിടുത്തെ പുല്ലും കൂടി അങ്ങ് പറിച്ച് കളയാം ഗൈസ്. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലോക്ക്സ് ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ സ്ട്രെയിറ്റ് ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക് പ്ലേസ് ചെയ്യണം. ഒന്നും കൂടി നോക്കാമല്ലോ. ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് അതിനും ഇതിനും നേരെ. ഓക്കെ, ഇതിൻ്റെ നേരെ ഇവിടുന്ന് നേരെ പോയാൽ അത്. ഓക്കെ, കറക്റ്റാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഈ ബ്ലോക്ക് അവിടെയാണ് നമുക്ക് അടുത്ത പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ ഇതിനെല്ലാം മുകളിൽ കൂടെ പോയിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതേപോലെ അപ്പോൾ നമ്മുടെ വുഡ് തീർന്നിട്ടുണ്ട്. നമുക്ക് മരം കട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു മരമുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. ഈ മരമെല്ലാം മുറിച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് വീടിൻ്റെ പണിയെല്ലാം തീർന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് എന്നും കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടാകും ഗൈസ്. സോ ഇന്നത്തെ പണി അതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഈ വീടിൻ്റെ പണി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ വീടിൻ്റെ പണി എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ ഇടലും അങ്ങനത്തെ ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഫുള്ളായിട്ട് വീട് പണിയുന്നത് ഉണ്ടാവില്ല ഗൈസ്. സോ അത് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ പ്ലേസ് ചെയ്യണം ഗൈസ് എല്ലാതും.
ഒരു 4 ബ്ലോക്ക് ഹൈറ്റിലേക്കാണ് ഞാൻ പ്ലേസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഓക്കെ ഇനിയിപ്പോൾ ഇത് പ്ലേസ് ചെയ്ത് തുടങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ് പ്ലേസ് ചെയ്ത് അയ്യോ തെറ്റിപ്പോയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എല്ലായിരുന്നു വേണ്ടത്. ആ സ്ട്രിപ്ഡ് ലോഗ് ഉള്ള സ്ഥലത്തായിരുന്നു കറക്റ്റായിട്ട് വേണ്ടത്. ഓക്കെ ഗൈസ് ഇവിടെയാണ് വേണ്ടത്. അല്ല ഇതിൻ്റെ നടുക്ക് ഗൈസ് ഇവിടെയാണ് വേണ്ടത്. അതും പൊട്ടിച്ചാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രെയിറ്റാണ് വേണ്ടത്. ഞാൻ നേരത്തെ കണ്ടില്ല സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ. ഞാൻ ഇതിൻ്റെ മുകളിലത്തെ പണി കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് ഇതാ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഗൈസ് അപ്പോൾ ഇതേപോലെ എല്ലാതും യോജിക്കണം, എന്നാൽ മാത്രമേ ഒരു ഫൗണ്ടേഷൻ കിട്ടൂ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ആ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. ഈ ലോഗിനെല്ലാം സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലുക്ക് ഉണ്ടാവും ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഈ ലോഗെല്ലാം സ്ട്രിപ്പ് ചെയ്യാൻ പോവുകയാണ്. ലോഗും ഈ സ്ട്രിപ്ഡ് ലോഗും വിത്ത് എന്താണ് നമ്മുടെ കോബിൾ സ്റ്റോൺ ആയിരിക്കും നമ്മുടെ വീടിൻ്റെ ഒരു ലുക്ക് വരാൻ പോകുന്നത്. അല്ലാണ്ട് സ്ട്രിപ്പ് ലോഗും ഈ പ്ലാങ്ക്സും വെച്ചാൽ അത്ര രസം ഉണ്ടാവില്ല ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാതും. സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ പണിയെന്ന് വെച്ചാൽ എന്താണ് ഈ കോബിൾ സ്റ്റോൺ വെച്ചിട്ടുള്ള സൈഡ് പണികളാണ്. വീടിൻ്റെ സൈഡെല്ലാം പണിയാൻ തുടങ്ങാം ഗൈസ്. അപ്പോൾ നമുക്ക് കോബിൾ സ്റ്റോൺ എടുക്കാം ഗൈസ്. ഗൈസ് 55 കോബിൾ സ്റ്റോൺ ഉണ്ട്, പ്ലസ് ഒരു 11 കൂടി ഉണ്ട് ബാക്കി. നമ്മൾ ഇവിടുത്തെ ഇത് വെക്കാം. പിന്നെ വിൻഡോ 4 സൈഡിലും വിൻഡോ വെക്കാമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്ന് വെച്ചാൽ 4 സൈഡും കാണണ്ടേ ഗൈസ്. അതുകൊണ്ട് 4 സൈഡിലും വെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ 4 സൈഡിലും വെക്കാം വിൻഡോ. സോ ഇങ്ങനെ ഒരു 1 ബ്ലോക്ക് ഹൈറ്റിലുള്ള വിൻഡോ ആയിരിക്കും. നമുക്ക് നിന്നാൽ കാണാൻ പറ്റുന്നൊരു രീതിയിലുണ്ടാവും. ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാ സൈഡിലും വിൻഡോ പണിത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും കൂടി നമുക്ക് വലുത് തന്നെ ആക്കാം ഗൈസ്. ചെറുത് വേണ്ട, ഒരു രസമില്ല കാണാൻ. ഓൾ ഈവനായിട്ടിരിക്കണ്ടേ. ഇനി അടുത്തത് ഈ ഡോറ് പണിയണം ഗൈസ്. സോ ഡോറ് പണിയുന്നതിന് മുമ്പ് നമുക്ക് ഡോറ് പണിയണം ഗൈസ്. ഡോറ് പണിയണം. നമ്മൾ സ്ലാബ്സ് ഉണ്ടാക്കുകയാണ് ഫസ്റ്റ്. കോബിൾ സ്റ്റോൺ സ്ലാബ് ഇത് വെച്ചിട്ട് ഡോറ് പണിതിട്ടുണ്ട്. നമ്മൾ ഡോറും വെച്ച് ഗൈസ്, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ ഇനി നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കണം ഗൈസ്. സോ സ്റ്റെപ്പിൻ്റെ പണിയിലാണ്. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കാം. നമുക്ക് സ്റ്റെയർസ് വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ ഞാൻ ഏതായാലും ഇപ്പോൾ ഞാൻ ഈ സ്ലാബ് ആക്കിയതുകൊണ്ട് ഞാൻ സ്ലാബ് വെച്ചിട്ട് ബിൽഡ് ചെയ്തു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. ഓക്കെ ഇന്ന് നമ്മൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇവിടെ ആയിരിക്കും നമ്മുടെ മോൾ ഭാഗം. ഇവിടെ എൻ്റെ ബെഡ് ഞാനിപ്പോൾ തൽക്കാലത്തിന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, പീസ് ഔട്ട്.